പാലക്കാട് ഡിവിഷനിൽ നിന്ന് മംഗളൂരു ഡിവിഷൻ റെയിൽവേയെ നീക്കിയതിൽ പ്രതിഷേധം. ഡിവിഷൻ വിഭജനം കേരളത്തിലെ എംപിമാരോ സർക്കാരോ അറിയാതെയെന്ന് വി കെ ശ്രീകണ്ഠൻ എം പി. പാലക്കാട് ഡിവിഷൻ വിഭജിക്കില്ല എന്ന് റെയിൽവേ മന്ത്രി കേരളത്തിന് ഉറപ്പു നൽകിയിരുന്നു. അർദ്ധരാത്രിയിലെ നീക്കം വാക്ക് ലംഘനം. പാലക്കാട് ഡിവിഷൻ വെട്ടിമുറിച്ചത് കർണാടകയിലെ BJPയെ പ്രീണിപ്പിക്കാനാണ്. പാലക്കാട് റെയിൽവേ ഡിവിഷൻ തകർക്കാനാണ് നീക്കം. പാർലമെന്റിനകത്തും പുറത്തും പ്രതിഷേധിക്കുമെന്ന് വി കെ ശ്രീകണ്ഠൻ പറഞ്ഞു. കർണാടകയിലെ BJPയെ പ്രീണിപ്പിക്കാൻ വേണ്ടി ഈ കേരളത്തെ അവഗണിക്കുക, അല്ലെങ്കിലും കേരളത്തെ അവഗണിക്കുക എന്നുള്ളത് രാഷ്ട്രീയമായിട്ടുള്ളൊരു ലക്ഷ്യമാണ് BJPയുടെ. അതിശക്തമായ പ്രതിഷേധം പാർലമെൻറ്റിൻ്റെ അകത്തും പാർലമെൻറ്റിൻ്റെ പുറത്തും ഈ കാര്യത്തിനെതിരായിട്ടുണ്ടാകും. റെയിൽവേ മന്ത്രിയെ നേരിട്ട് കാണും. അദ്ദേഹം വാക്ക് പാലിക്കാൻ തയ്യാറാകണം. കാരണം ഞങ്ങൾക്ക് നൽകിയ വാക്ക്, പാർലമെൻറ്റിൽ നൽകിയ ഉറപ്പാണ് ലംഘിക്കപ്പെട്ടിരിക്കുന്നത്. പരസ്യമായ ജനാധിപത്യ ധ്വംസനമാണ്. സച്ചിൻ വള്ളിക്കാട് വിവരങ്ങളുമായി ചേരുകയാണ്. സച്ചിൻ, MP സൂചിപ്പിച്ചതുപോലെ പാർലമെന്റിനകത്ത് നൽകിയ ഉറപ്പ് അത് ലംഘിക്കപ്പെട്ടു എന്നുള്ള രീതിയിലുള്ള ആരോപണവും വിമർശനം തന്നെയാണ് ഉയർന്നത്. ഇതിൽ എന്താണ് റെയിൽവേക്ക് നൽകാനുള്ള വിശദീകരണം? റെയിൽവേയുടെ നീക്കം ഏത് രീതിയിലാണ്? അതിനെ എങ്ങനെ പ്രതിരോധിക്കും എന്നാണ് വി കെ ശ്രീകണ്ഠൻ പറയുന്നത്? പാലക്കാട് ഡിവിഷനെ സംബന്ധിച്ചിടത്തോളം ദിനംപ്രതി, അതായത് കോടികളുടെ വരുമാനമാണ് ചരക്കിലടക്കം പാലക്കാട് ഡിവിഷനിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ഇല്ലാതാക്കാൻ വേണ്ടിയാണ് മംഗലാപുരത്തെ മൈസൂർ ഡിവിഷനിലേക്ക് ചേർത്തത്. അതിനാൽ തന്നെ വലിയ രീതിയിലുള്ള ഒരു വരുമാന പ്രതിസന്ധി അടക്കം സൃഷ്ടിച്ചുകൊണ്ട് പാലക്കാട് ഡിവിഷനിലെ വികസനത്തെയും അതേപോലെ തന്നെ കേരളത്തിലെ ഒന്നാകെയുള്ള റെയിൽവേ വികസനത്തെയും പ്രതികൂലമായി ബാധിക്കാൻ വേണ്ടി പോകുകയാണ്. കാരണം വലിയ രീതിയിലുള്ള വരുമാനക്കുറവുണ്ടായാൽ സ്വാഭാവികമായും കേരളത്തിന് ലഭിക്കേണ്ട അധിക ട്രെയിനുകൾ അതേപോലെ തന്നെ മറ്റ് സേവനങ്ങളെല്ലാം തന്നെ ഇതോടുകൂടി ഇല്ലാതാവും. കേരളത്തിലെ MP-മാർ അടക്കം അറിയാതെയാണ് ഇത്തരത്തിൽ കേന്ദ്രത്തിന്റെ ഭാഗത്ത് നിന്നും നടപടി ഉണ്ടായിട്ടുള്ളത് എന്നാണ് പാലക്കാട് MP കൂടിയായിട്ടുള്ള വി കെ ശ്രീകണ്ഠൻ വ്യക്തമാക്കിയത്. കൂടാതെ തന്നെ കർണാടകയിലെ BJPയെ പ്രീണിപ്പിക്കാൻ വേണ്ടിയാണ് കേന്ദ്രത്തിന്റെ ഭാഗത്ത് നിന്നും ഇത്തരത്തിലുള്ള ഒരു നടപടി ഉണ്ടായിട്ടുള്ളത്. കൂടാതെ കേരളത്തിലെ റെയിൽവേ വികസനത്തെ ഒന്നാകെ തകർക്കാനുള്ള ഇത്തരം കേന്ദ്ര സർക്കാരിന്റെ നീക്കത്തിനെതിരെ ശക്തമായ പ്രതിഷേധം ഉണ്ടാകും എന്ന് തന്നെയാണ് വി കെ ശ്രീകണ്ഠൻ വ്യക്തമാക്കുന്നത്. പാലക്കാട് ഡിവിഷൻ നിന്നും മംഗളൂരുവിനെ ഒഴിവാക്കിയതിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം വ്യാപകമായി ഉയരുന്നുണ്ട്. പ്രധാനമായും MP-മാരുടെ ഭാഗത്തു നിന്ന് തന്നെയാണ് ശക്തമായ പ്രതിഷേധം ഉയർന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ MK രാഘവൻ MP, അതേപോലെ തന്നെ K രാധാകൃഷ്ണൻ MP അടക്കമുള്ളവരെല്ലാം തന്നെ പ്രതിഷേധക്കുറപ്പുമായി രംഗത്തെത്തിയിട്ടുണ്ട്. കേന്ദ്രത്തെ കത്തയച്ചിട്ടുണ്ട് K രാധാകൃഷ്ണൻ MP. നിലവിൽ ഒക്ടോബർ 1 മുതൽ നടപ്പാക്കാൻ പോകുന്ന ഈ ഉത്തരവിൽ നിന്നും കേന്ദ്രം പിന്മാറണമെന്നാണ് K രാധാകൃഷ്ണൻ MP കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. സ്വാതി. ഓക്കെ, ശരി സച്ചിൻ.